ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാവിലെ തന്നെ വേദയാണ് കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം എനിക്കിന്നൊന്ന് അമ്പലത്തിലേക്ക് പോകണം, എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വിക്രം പറയുന്നുണ്ട്, എനിക്ക് സമയമില്ല, നീയേ തന്നെ അങ്ങ് പോയാൽ മതി, എന്നെയൊന്നും അതിന് കിട്ടത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം കമലാമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, അതെന്താടാ മോളെ ഒന്ന് അമ്പലത്തിലേക്കല്ലേ കൊണ്ടുപോകാൻ പറഞ്ഞത്, എന്തായാലും നീ മോളെയും കൊണ്ട് അമ്പലത്തിൽ പോയതിന് ശേഷം ബാക്കി മതി നിന്റെ തിരക്കൊക്കെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. കമലാമ്മ പറഞ്ഞതിനെ തട്ടിക്കളയാൻ വയ്യാതെ അങ്ങനെ വിക്രം വേദയും കൂട്ടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ബൈക്കിൽ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അങ്ങനെ വിക്രം ഇങ്ങനെ കണ്ണാടിയിൽ കൂടി നമ്മുടെ വേദേനെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. വേദയാണെങ്കിൽ ഇത് കണ്ടിട്ട് വിക്രമിനെ നോക്കി ചിരിക്കുന്ന സമയത്ത് നോക്കിയിട്ടില്ല എന്ന രീതിയിൽ വിക്രം ഇങ്ങനെ പെട്ടെന്ന് മുഖം മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിലെത്തുമ്പോഴേക്കും നമ്മുടെ വേദയാണെങ്കിൽ ശയനപ്രദക്ഷിണം ചെയ്യാനാണ് ഇങ്ങനെ നേർച്ചയാക്കിയിട്ടുള്ളത്. അങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴേക്കും നമ്പൂതിരി ചോദിക്കുന്നുണ്ട്, എന്താ കുട്ടി ഇത്രയും നേരം വൈകിയത്, നല്ല വെയിലായല്ലോ എന്ന്. അപ്പോഴേക്കും പറയുന്നുണ്ട്, ഇദ്ദേഹം വരാൻ വൈകിയത് കൊണ്ടാണ്, ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നമ്പൂതിരി പറയുന്നുണ്ട്, എനിക്ക് പിന്നെ താമസിക്കേണ്ട മോളെ, പെട്ടെന്ന് തന്നെ ആയിക്കോന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ദേഹത്തുകൂടി വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം വേദയാണെങ്കിൽ ഇങ്ങനെ ഉരുളാൻ വേണ്ടിയിട്ട് തുടങ്ങിയാണല്ലോ. അപ്പോൾ വിക്രമിനോട് പറയുന്നുണ്ട്, ആ തറയൊക്കെ തണുപ്പിക്കാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന. അങ്ങനെ വിക്രം വെള്ളം കോരിക്കൊണ്ടുവന്ന് ഇങ്ങനെ വിക്രം വേദ ഇങ്ങനെ ഉരുളുന്ന സ്ഥലത്തേക്ക് വെള്ളം ഒഴിച്ചു വിടുകയാണ്. ഈ സമയം വേദ ഉരുളുന്ന കണ്ടിട്ട് രണ്ട് ചേച്ചിമാരും വന്നിട്ട് വേദ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഉരുളാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം വേദയുടെ ശയനപ്രദക്ഷിണം കഴിയുകയാണ്. അങ്ങനെ കഴിയുമ്പോഴേക്കും വേദ നന്നായിട്ട് ക്ഷീണിച്ച് അവശയായിട്ടുണ്ടാവും. അങ്ങനെ എഴുന്നേക്കാൻ പോയാലും വയ്യാതെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ആ ചേച്ചിമാർ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഭക്ഷണം ഒന്നും കഴിക്കാതെയാണോ ഇതിനെ വന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അതേ ചേച്ചി, ഞാൻ ഇന്നലെ തൊട്ട് വ്രതമാണ്, പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. പിന്നെ എങ്ങനെയാ വയ്യാണ്ടാവുക, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും വെള്ളം കുടിക്കുന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രമിനോട് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് പോയി വെള്ളം കോരണമെന്ന് പറയുകയാണ് കേട്ടോ ആ ചേച്ചിമാര്. അങ്ങനെ അവരവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും വേദയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിക്രമിന്റെ തോളിലേക്ക് ഇങ്ങനെ മയങ്ങി വീഴുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്, എന്താടി ഇത്, അമ്പലമാണെന്ന് പോലും നോക്കാതെ നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ച് വേദ ഇങ്ങനെ തട്ടി മാറ്റാൻ ശ്രമിക്കുന്ന സമയത്താണ് നമ്മുടെ വേദ തലകറങ്ങി വീണതാണെന്ന് വിക്രമിന് മനസ്സിലാകുന്നത്. എന്നാൽ വിക്രമിന് അത് കാണുമ്പോഴത്തേക്കിന് ആകെ ടെൻഷനാകുകയാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ ഇങ്ങനെ വേദയെ തട്ടി വിളിക്കുന്ന സമയത്ത് ആ ചേച്ചിമാര് ഓടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ മോൻ്റെ ഭാര്യയല്ലേ, അവളെ പെട്ടെന്ന് ചേർത്ത് പിടിച്ച് എടുത്തുകൊണ്ട് പോയി അവിടെ ഇരുത്തെന്നിങ്ങനെ പറഞ്ഞിട്ട് അവരും കൂടി വേദയെ ഒരിടത്ത് കൊണ്ടുപോയി ഇങ്ങനെ കിടത്തിയിട്ട് വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ കണ്ണു തുറക്കുന്ന സമയത്ത് നമ്മുടെ വിക്രമിന് അങ്ങനെ അപ്പോഴാണ് ഒരു ആശ്വാസം വരുന്നത്. വിക്രമിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വല്ലാണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോഴത്തേക്കിനും വേദയ്ക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ചേച്ചിമാര് വിക്രമിനോടായിട്ട് പറയുന്നുണ്ട്, മോൻ പോയി എന്തെങ്കിലും പോയി ഈ കുട്ടിക്ക് കുടിക്കാൻ വല്ല ജ്യൂസും എല്ലാം വാങ്ങിയിട്ട് വാ, അതുവരെ ഞങ്ങൾ നോക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയെ തനിച്ചാക്കി പോകാനായിട്ട് നമ്മുടെ വിക്രമിന് നല്ല വിഷമമുണ്ടെങ്കിലും ഓടി തന്നെ പോയി വേദയ്ക്ക് വേണ്ടിയിട്ട് ജ്യൂസൊക്കെ വാങ്ങിയിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമായിട്ട് കിട്ടിയ പഴം ഉണ്ടല്ലോ, അതും ജ്യൂസും ഒക്കെ പതുക്കെ വേദയ്ക്ക് വിക്രം തന്നെ ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്ത് കുടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ ഏകദേശം ഒന്ന് ഓക്കെ ആയി, ഒന്ന് കണ്ണൊക്കെ തുറന്ന് വരുമ്പോഴേക്കും ചേച്ചിമാർ പറയുന്നുണ്ട്, മോനെന്നാ കുട്ടിയെ നോക്കിക്കോ, ഞങ്ങൾക്ക് പോകാനുണ്ടെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദയുടെ അവസ്ഥ കണ്ടിട്ട് വിക്രമിന് ആകെ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രം പറയുന്നുണ്ട്, എന്താടി നീ കാണിക്കുന്നത്, ഓരോ വ്രതം അത് ഇതെന്ന് പറഞ്ഞിട്ട് ജീവൻ തന്നെ കളഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നിനക്ക് വെള്ളമോ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നൂടായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിച്ച് വിക്രം ആകെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വേദയ്ക്കാണ് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. തന്നോടുള്ള സ്നേഹം പുറത്തിങ്ങനെ അറിയിക്കുകയാണല്ലോ. വിക്രമിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് പറഞ്ഞിട്ട് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വേദ ഇങ്ങനെ വിക്രമിനെ തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഈ സമയം വിക്രം പറയുന്നുണ്ട്, നീ നിന്റെ മുത്തശ്ശി ഇപ്പോൾ കണ്ടിരുന്നെങ്കിലേ ഇപ്പോൾ അവര് കണ്ണിൽ കൂടി തന്നെ ചോര തന്നെ വന്നേനെ, അത്രയ്ക്കാണല്ലോ നിന്റെ കോലമെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒന്നുമല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണല്ലോ ഇപ്പോൾ ഈ സങ്കടം വരുന്നത്, എനിക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ വിക്രമിനെ നോക്കി ഉള്ളിൽ പറഞ്ഞിട്ട് വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം വിക്രം പറയുന്നുണ്ട്, നീ ഓക്കെ ആയില്ലേ, എങ്കിൽ പിന്നെ നമുക്ക് പോയാന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ഒരടി പോലും നടക്കാൻ വയ്യ, കാലിന് നല്ല വേദനയുണ്ട്, തന്നെയല്ല ഇച്ചിരി നേരം കൂടി ഈ അമ്പലത്തിൽ എനിക്കൊന്ന് ഇരിക്കണം, അതിനുശേഷം പോവാന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എങ്കിൽ പിന്നെ ഞാൻ ഈ പഴുത്തുള്ളിയൊക്കെ കളഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ കളയാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്പൂതിരി വന്നിട്ട് വേദയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നമ്പൂതിരിയും വേദയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് വിക്രവും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം വരുമ്പോഴേക്കും നമ്പൂതിരി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുവരെ സന്താന ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലേ, എങ്കിൽ പിന്നെ ഉച്ചപൂജയും കഴിഞ്ഞിട്ട് അന്നദാനവും കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. വിക്രം പറയുന്നുണ്ട്, ഇല്ല സ്വാമി, ഞങ്ങൾ വഴിയിൽ നിന്ന് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളാം, പോട്ടെ എന്ന് പറയുമ്പോഴേക്കും അയ്യോ മോനെ അങ്ങനെയൊന്നും പറയരുത്, ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി എന്നിങ്ങനെ നിർബന്ധിക്കുകയാണ് കേട്ടോ. അതേസമയം വിക്രം പറയുന്നുണ്ട്, അത് സാരമില്ല തിരുമേനി, അത് പാവങ്ങൾക്കുള്ള ഭക്ഷണമല്ലേ, അത് അവർ കഴിച്ചോട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അല്ല മോനെ, ഇത് നിങ്ങൾ ചെയ്ത വ്രതത്തിന് കൂലി കിട്ടണമെങ്കിൽ ആ പാവങ്ങളുടെ കൂടെ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിച്ചിട്ട് പോയെന്നും പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ വിക്രമിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദയുടെ മുഖം കണ്ടതും വിക്രം ഇങ്ങനെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ പൂജയ്ക്ക് ഒക്കെ ശേഷം അവർ ഊട്ടുപുരയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ നന്നായിട്ട് വയസ്സായവരും പ്രായമായവരും ഭക്ഷണമൊക്കെ ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ. ഇവർ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും അവിടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, ഇത് പാവങ്ങൾക്കുള്ള ഭക്ഷണമല്ലേ, നിങ്ങൾ ഇത്ര കണ്ടിട്ട് നല്ല വീട്ടിലേക്കാണെന്ന് തോന്നുന്നല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നതെന്ന് ഇങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് വേദ ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഞങ്ങൾ വ്രതം എടുത്തിട്ട് വന്നതുകൊണ്ട് പൂജ കഴിഞ്ഞതിന് ശേഷം ഒരു പുണ്യകർമ്മമായിട്ടാണ് ഇതിനെ കാണുന്നത്, അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയെന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, അയ്യോ മോളെ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല, നിങ്ങൾ ഇരിക്കുക ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടും ഒരില ഇങ്ങനെ കൊണ്ട് അവർ വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രണ്ടുപേരും കൂടി ഇങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അപ്പോൾ ഒരിലയിൽ കഴിക്കുന്നതിനാണ് ഇത് കൂടുതൽ, അപ്പോൾ പിന്നെ അത് മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ഒരില ഇങ്ങനെ ഭക്ഷണത്തിനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം വിക്രം പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നീ കഴിച്ചു, എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരാൾ വിശന്നിരിക്കുമ്പോൾ ഈ വ്രതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പൂജയുടെ ഫലം കിട്ടിയില്ലല്ലോ, അപ്പോൾ പിന്നെ ഒന്നിച്ച് കഴിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭക്ഷണം വിളമ്പി വെച്ചേക്കാണല്ലോ. വിക്രം തന്നെ അത് രണ്ട് പാർട്ടാക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കുകയാണ് കേട്ടോ. ഇതെൻ്റെ ഇത് നിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്ന സമയത്ത് നമ്മുടെ വിക്രമിൻ്റെ പോർഷനിലാണ് പപ്പടമൊക്കെ വരുന്നത്, വേദയുടെ പോർഷനിൽ തോരനൊക്കെ ഉണ്ട്. അങ്ങനെ വേദയാണെങ്കിൽ പറയുന്നുണ്ട്, അയ്യോ വിക്രമ എനിക്ക് ഈ പപ്പടം മാത്രം ഞാൻ എടുക്കുകയാണെന്നും പറഞ്ഞ് എടുക്കുമ്പോഴേക്കും ഈ തോരൻ എനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് വിക്രം വേദയുടെ പാത്രത്തിൽ നിന്ന് സൈഡിൽ നിന്ന് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവരിങ്ങനെ അടുത്ത പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും രണ്ട് ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ നല്ല വയസ്സായിട്ടുണ്ട്, അവരെ മക്കളൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് അവർ ഈ അമ്പലത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് അവർ വന്നിരിക്കുന്നതായിരിക്കും. അവരെ കാണുമ്പോഴത്തേക്കും നമ്മുടെ വിക്രമിനും വേദയ്ക്കും ഒരുപാട് സങ്കടമാകുന്നുണ്ട്. അങ്ങനെ സ്വന്തം മകൾ തന്നത് വിചാരിച്ചാണെന്ന് പറഞ്ഞിട്ട് വേദ അവർക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെ രണ്ടുപേരും വിക്രമിനെയും വേദയും അവർ നന്നായിട്ട് അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സന്തോഷത്തോടു കൂടി അടുത്ത പൂജയ്ക്ക് പോകുന്ന സമയത്തിന് ഇങ്ങനെ കർപ്പൂരം കത്തിച്ചുകൊണ്ട് വേദയാണെങ്കിലും നമ്മുടെ പൂജയ്ക്ക് വേണ്ടി പോവുകയാണ്. ഈ സമയം പെട്ടെന്ന് ഇങ്ങനെ കർപ്പൂരം അങ്ങ് അണഞ്ഞു പോവുകയാണ്. അപ്പോഴേക്കും അവിടെ നിൽക്കുന്നവരെല്ലാം പറയുന്നുണ്ട്, അയ്യോ അത് അപശകനമാണല്ലോ മോളെ, എന്തിനാ മോൾ ആർക്ക് വേണ്ടിയിട്ടാ, എന്ത് വ്രതമാണ് എടുത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതെൻ്റെ അച്ഛന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് വേദയ്ക്ക് ആകെ ടെൻഷനാകുകയാണ് കേട്ടോ. ഈ സമയം വിക്രമാണെങ്കിൽ പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, അത് കാറ്റടിച്ചത് കൊണ്ടാണ് അണഞ്ഞു പോയതെന്ന് പറഞ്ഞാലും വേദയുടെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ഇനി എൻ്റെ അച്ഛനെ ഓർത്തിട്ട് അച്ഛന് വേണ്ടി ചെയ്തതാണല്ലോ, എൻ്റെ അച്ഛൻ എന്തെങ്കിലും ആപത്ത് വരാനിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനോട് ഇങ്ങനെ പറയുകയാണ്. വിക്രമിന് ഉള്ളിൽ ഒരു ടെൻഷനും ആവുന്നുണ്ടെങ്കിലും വേദയോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ഒരു വിശ്വാസമല്ലേ, അത് കാറ്റടിച്ചത് കൊണ്ടാണ് പോയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും നമ്മുടെ വേദയ്ക്ക് നല്ല ടെൻഷൻ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ സ്വാമി വന്നിട്ട് പറയുന്നുണ്ട്, ഇത് ദേവിയുടെ കഴുത്തിലിട്ട മാലയാണ്, ഇത് രണ്ടുപേരും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടതിന് ശേഷം ഈ മാല അവിടെ സമർപ്പിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ മാല ഇങ്ങനെ ഇടാൻ നേരം നമ്മുടെ വിക്രം ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ അവർ ചൈനപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സഹായിച്ച ആ ചേച്ചിമാരുണ്ടല്ലോ, എന്താ മോനെ മോൾ ഇത്രയും ഇങ്ങനെ നിൽക്കുമ്പോൾ മോൻ്റെ ഭാര്യയല്ലേ, അത് ദേവിയുടെ കഴുത്തിലിട്ട മാലയാണ്, അതിന് നിങ്ങളുടെ
നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഐശ്വര്യം കൂടുകയുള്ളൂ, മാറ്റിയിടും മോനെ എന്ന് പറയുമ്പോഴേക്കും വിക്രം പിന്നെ ഒന്നും ചെയ്യാനാവാതെ ഇങ്ങനെ പരസ്പരം മാലയൊക്കെ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മാല മാറ്റിയിടതിന് ശേഷം മുതിർന്നവരുടെ അനുഗ്രഹം മേടിച്ചിട്ട് വന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അവർ നേരത്തെ കണ്ട ഈ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ, ഒരു അച്ഛനും അമ്മയും, അവരുടെ അടുത്ത് പോയിട്ട് അവരെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ദക്ഷിണയൊക്കെ വാങ്ങിയിട്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വേദിയുടെ ഉള്ളിലാണെങ്കിൽ ആ കർപ്പൂരം അണഞ്ഞു പോയതിനെക്കുറിച്ചാണ് ഭയങ്കര ടെൻഷനായിട്ടുള്ളത്. തൻ്റെ അച്ഛൻ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുവല്ലോ എന്നുള്ള ടെൻഷനിലാണ്. എന്നാൽ വിക്രമാണെങ്കിൽ നമ്മുടെ വേദയെ സമാധാനിപ്പിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി എങ്കിൽ പിന്നെ പോകാമെന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട്. വേദയ്ക്കാണെങ്കിൽ നല്ല കാലിന് വേദനയുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവർ പതുക്കെ നടന്നിറക്കി കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം ബൈക്കിൽ കയറിയിട്ട് അവരിങ്ങനെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതേസമയം വേദയാണെങ്കിൽ വിക്രമിനെ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് തോളത്ത് കൈയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. വിക്രമാണെങ്കിൽ അത് നന്നായിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. വേദയുടെ കൈയൊന്നും മാറ്റി വിടുന്നേ ഇല്ല. വിക്രം ഇങ്ങനെ കണ്ണാടിയിൽ കൂടി വേദയെ നോക്കുന്ന സമയത്ത് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവരുടെ ഇടയിൽ നല്ല സ്നേഹമൊക്കെ തുടങ്ങുകയാണ് കേട്ടോ.